PGയുടെ ലാസ്റ്റ് സെം എക്സാമൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് ചില്ല് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീട്ടിലേക്ക് അപ്രതീക്ഷിതമായിട്ടൊരു കോള് വരുന്നത്. കൂട്ടുകാരിയാണ്. വരും ദിവസങ്ങളായിട്ട് റിസൾട്ട് വരുമെന്ന് പറയാനാണ് അവൾ എന്നെ വിളിച്ചത്. പോയി മൂട്ടുപോയി. അപ്പം തന്നെ ഞാൻ അശ്വതിനെ വിളിച്ച് നേരെ മണർകാട് പള്ളിയിലേക്ക് പോയി. ഇവിടെ വന്നൊരു കുടയെടുത്ത് തിരിയും കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ മനസ്സിനൊരാശ്വാസമാണ്. ബൈ ഇതാണ് അശ്വതി. ഞാനും അശ്വതിയും +2 പഠിക്കുമ്പോൾ അത്ര വലിയ കൂട്ടൊന്നും ഇല്ലായിരുന്നു. +2 കഴിഞ്ഞ് അവൾ വേറെ കോളേജിലും ഞാൻ വേറെ കോളേജിലുമായി. എന്നാലും ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് ഒരേപോലെ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചു. ഞങ്ങളുടെ ജീവിതത്തിലെ കുറേയൊക്കെ കാര്യങ്ങൾ ഏകദേശം ഒരുപോലെയാണ് സംഭവിച്ചിട്ടുള്ളത്. അത് സങ്കടമായാലും സന്തോഷമായാലും എവിടെയൊക്കെ എപ്പോഴൊക്കെ ഒരു കണക്ഷൻ തോന്നിയപ്പോഴാണ് ശരിക്കും ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് വളർന്നത്. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിഷമമൊക്കെ വരുമ്പോൾ ഞാൻ ഇവളെ വിളിക്കും. അപ്പോൾ ഒരാശ്വാസം തോന്നും. ഞങ്ങളങ്ങനെ എന്നും വിളിക്കാറോ മെസ്സേജ് അയക്കാറോ ഒന്നും ഇല്ലെങ്കിലും എപ്പോൾ വിളിച്ചാലും പഴയ പോലെ തന്നെയായിരിക്കും ഞാൻ അവളോട് സംസാരിക്കുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ പല സാഹചര്യങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിച്ച് അവളുടെ കൂടെ ഞാനും എൻ്റെ കൂടെ അവളും നിന്നു. പള്ളി കഴിഞ്ഞ് തിരിച്ചു പോരുന്ന വഴിക്കാണ് ഞങ്ങൾ ആദ്യമായിട്ട് 4 മണിക്കാട്ടെന്ന് പറയുന്ന സ്ഥലം കാണുന്നത്. ഒന്നും നോക്കിയില്ല, അവിടെ ഞങ്ങൾ ഇറങ്ങി. അവിടെ നിന്ന് ഇഷ്ടമുള്ളതെല്ലാം മേടിച്ച് കഴിച്ചു. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ചേച്ചിമാരുണ്ടാക്കുന്നതിൻ്റെ വൃത്തിയാണ് കേട്ടോ. എന്ത് നീറ്റായിട്ടാണ് അവർ ഓരോ ഫുഡും പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. ഞങ്ങൾ അവിടെ നിന്ന് ആദ്യം ഇലയട, അത് കഴിഞ്ഞ് പരിപ്പ് പായസം, ഉള്ളിവട, മുളക് ബജ്ജി ഇതെല്ലാം കഴിച്ചു. പിന്നെ ഞങ്ങളുണ്ടല്ലോ ഒരു ഇടനേലപ്പം മേടിച്ചേ. ഇതിന് ഞങ്ങൾ പൂച്ചയപ്പം, ഇടനേലപ്പം എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ എന്നാ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. വല്ലപ്പോഴും ഒരിക്കൽ കിട്ടുന്ന അവസരമായത് കാരണം ഞങ്ങളത് മുതലാക്കി. കിട്ടിയ അവസരം പാഴാക്കാതെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ സ്റ്റോളിൽ നിന്നും കയറി ഫുഡ് കഴിച്ചു. അശ്വതിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ തിരുവാതിരപ്പുഴുക്കാണ്. ഇത് ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത്. ഇവിടെ ഓരോ സ്റ്റോളിലും ഓരോ ഐറ്റംസ് സ്പെഷ്യലായിട്ട് കാണുവേ. അങ്ങനെ ഒരറ്റത്തുനിന്ന് തുടങ്ങി എല്ലാ സ്റ്റാളിലും കയറി അവിടുത്തെ എല്ലാ സ്പെഷ്യലും കഴിച്ച് കുറച്ചു നേരം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ അവിടെ സമാധാനമായിട്ട് ഇരുന്നു. ഒരുപാട് അധികം കാണാനൊന്നും ഇല്ലെങ്കിലും സമാധാനമായിട്ട് പോയിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നി. കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോരാൻ വേണ്ടി തുടങ്ങിയപ്പം വഴിയരികിൽ 100 രൂപയ്ക്ക് പച്ചക്കറി കിറ്റ് വിൽക്കുന്ന ഒരു ചേട്ടനെ കണ്ടു. പിന്നെ അവിടെ നിന്ന് ഒരു കിറ്റ് മേടിച്ച് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോന്നു.